ഹരി ഓം, നമസ്കാരം. ഇന്ന് ഞാൻ പൂജാരിമാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളൊട്ടുമിക്ക പൂജാരിമാരും ചിലവരൊക്കെ ഭയപ്പെട്ടിട്ടാണ് ചില സ്ഥലങ്ങളിൽ ശാന്തി നേടുന്നത്. വളരെയധികം ബുദ്ധിമുട്ടാണ്. ദേവസ്വം ബോർഡ് ആണെന്ന് വിചാരിച്ചിട്ട് ശാന്തിക്കാര് അവരെ നിലവിലും മറക്കുന്നത് ബുദ്ധിമുട്ടാണ്. അവിടങ്ങളില് അവിടെ കഴത്തിൽ നിൽക്കുന്ന ആൾക്കാര് ഈ ജീവനക്കാരനെന്ന് വെച്ചിട്ടോ അവര് പറയുന്നതനുസരിച്ചിട്ട് അല്ല ഒരു ക്ഷേത്രം കൊണ്ടുപോകുന്നത്. ക്ഷേത്രത്തിലെ ചിട്ടനുസരിച്ചാണ്. അപ്പൊ ഇതുപോലെ ഒരു ക്ഷേത്രത്തിൽ ചെന്ന സമയത്ത് അത് കഴക്കാരെങ്ങനെ പറയുന്നത്, ഇതിന് കുറച്ച് കഴിഞ്ഞിട്ട് കയറാം, പൂജയ്ക്ക് 10 മണി ചെയ്ത് ഇവിടുത്തെ 8:30 മണി സമയമാണ് അവർ പൂജയ്ക്ക് കയറേണ്ടത് എന്നാണ് കണക്ക്. 8 മണിക്ക് കയറിയിട്ട് 8:30 കയറണം. ആ 8 മണിക്ക് തന്നെ നമ്മൾ പൂജയ്ക്ക് കയറണം. ഇതിലതൊരു ബുദ്ധിമുട്ടാണ്. ഈ ദേവൻ മൂർത്തി സങ്കല്പത്തിലാണ് ദേവനെ പ്രതിഷ്ഠിക്കുക. അപ്പൊ നമ്മളെപ്പോലെ തന്നെയാണ് ഭഗവാൻ. സ്ഥിരം കഴിക്കുന്ന സമയത്താണെങ്കിൽ അവർക്ക് വിശപ്പുമായി, അത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ഭഗവാന് നിവേദ്യം കൊടുക്കണം. അങ്ങനെയാണ് പതിവ്. ഇത് ഇയാള് വീണ്ടും ഇതിനെ പറയുന്നുണ്ട്. തിരുമേനി ആൾക്കാരെ തൊഴാനില്ല. അവസാനം എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു ഗേറ്റ് അടയ്ക്കരുത് പറഞ്ഞു. രക്ഷപ്പെട്ടു, വളരെ രക്ഷപ്പെട്ടു. അപ്പൊ അവർക്ക് വീരഭോഗം വന്നിട്ട് താങ്ങും ഗേറ്റ് അടയ്ക്കുക പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഗേറ്റ് അടപ്പിച്ചിട്ട് പൂജ കഴിച്ചു. പൂജ കഴിക്കുന്നതിന് മുമ്പ് ഇയാൾ കുറെ വിശന്നിട്ട് വയ്യലോ പറഞ്ഞിട്ട് വിശന്നിട്ട് കുടകരിയുന്നു പറഞ്ഞു. ഞാൻ മൂളി. ഇപ്പൊ പൂജയെല്ലാം കഴിഞ്ഞ് ദുർഗയുടെ പൂജയും കഴിഞ്ഞ് അവസാനം പുറത്തേക്ക് ഉയർത്തി നിലച്ച് ലാസ്റ്റ് പ്രസാദം കൊടുക്കുന്ന ഞാൻ ചോദിച്ചു, എന്റെ വിശപ്പ് മാറിയുടെ ചോദിച്ചു. മാറി വരുന്നു, വിശപ്പ് മാറിയത് എന്താ കാരണം തനിക്ക് മനസ്സിലായപ്പോ ചോദിച്ചു. അപ്പോഴായിരിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞു, ഭഗവാന് വിശന്നിട്ടാണ് തനിക്ക് വിശപ്പുണ്ടായിരുന്നത്, എനിക്ക് മനസ്സിലായോ ചോദിച്ചു. മേലിൽ സമയം തെറ്റിക്കരുത് കേട്ടോ, ഉള്ള സമയത്ത് കറക്റ്റായിട്ട് ചെയ്തോളൂ. ഏത് ഇങ്ങനെ കറക്റ്റ് സമയത്ത് പൂജയ്ക്ക് കയറണട്ടോ. ഇത് ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലുണ്ടായ സംഭവം. അപ്പോഴേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ സമയനിഷ്ഠ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാവും. നമുക്ക് ഈ സമയനിഷ്ഠ സമയത്തിന് തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് ആ മാറില്ല. അതിന് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നേരം വൈകുന്തോറും ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിട്ടില്ല. അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്കാവില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതാണ് യഥാർത്ഥ പൂജ. ഭഗവാനും പൂജാരിക്കും തമ്മിലുള്ള ബന്ധം മറ്റൊരാൾക്കുണ്ടാകും. അവർ തുല്യരാണ്. ചിലപ്പോ അമ്മയ്ക്കാണെങ്കിൽ അമ്മയും മോനായി. അത്രയും പ്രാധാന്യം അറിയുന്നത് മനസ്സിലാക്കും. സന്തോഷം.